നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് പ്രമുഖ യൂട്യൂബറെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹരിയാനയിൽ വെച്ചാണ് പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായത്. ഇവർ പാകിസ്ഥാൻ ഇന്റലിജൻസിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയിട്ട് ഉയർന്നു. ട്രാവൽ വിത്ത് ജോ എന്ന പേരിലാണ് ജ്യോതി മൽഹോത്ര യൂട്യൂബ് ചാനൽ നടത്തുന്നത്. 2023 ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും അവിടെ വെച്ച് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതായും റിപ്പോർട്ടുണ്ട്. ജ്യോതിയുടെ ചാനൽ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ കാണാനും സാധിക്കും. ഇത്തരത്തിൽ പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവച്ചതും അറസ്റ്റിന് കാരണമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഡാനിഷിനെ 2025 മെയ് 13 പദവിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾക്ക് ജ്യോതിയെ ഡാനിഷ് പരിചയപ്പെടുത്തിയതായും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ അവർ പങ്കുവച്ചതായും സോഷ്യൽ മീഡിയ പാകിസ്ഥാനെ കുറിച്ചുള്ള പ്രതിച്ഛായ പ്രദർശിപ്പിക്കാൻ സജീവമായി ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 182 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ 345 എന്നിവ പ്രകാരമാണ് ജ്യോതിക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന സംശയത്തിന് പിന്നാലെ നേരത്തെ ഹരിയാനയിൽ ഒരു വിദ്യാർത്ഥിയും പിടിയിലായിരുന്നു. പാട്യാലയിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന ദേവേന്ദ്ര സിംഗ് ഡില്ലോൺ എന്ന 25 വയസ്സുകാരനെയാണ് നേരത്തെ പിടികൂടിയത്. ഫേസ്ബുക്കിൽ തോക്കുകളടക്കമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിനാണ് ഇയാളെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ ഇയാൾ കർത്താപൂർ ഇടനാഴി വഴി കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിലേക്ക് പോയതായും ISIയുമായി നിർണായക വിവരങ്ങൾ പങ്കുവച്ചതായും സംശയമുയർന്നിരുന്നു. കൂടുതൽ പരിശോധനകൾക്കായി ഇയാളുടെ ഫോൺ പോലീസ് പിടിച്ചുവച്ചിരിക്കുകയാണ്.